വാക്കുകളില്ല, അത്രയ്ക്കും കിടില മൂവി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു മൂവി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പൃഥ്വിരാജിന്റെ ഒരു രംഗം ഉണ്ടല്ലോ നടന്നു പോകുന്നത്, മെലിഞ്ഞിട്ടുള്ള പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് പലരും പറഞ്ഞ് അറിഞ്ഞായിരിക്കും ഒരുപാട് മെലിഞ്ഞിട്ട് വരുന്നു. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കാണുമ്പം ആക്ച്വലി ഇത് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനത്തെ സീൻ ഉണ്ടാവുന്ന കാര്യം. സോ ഇമോഷണലായി, ബട്ട് അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഓ അടിപൊളി, ഒന്നും പറയാനില്ല. ഇല്ല, ഇത്രയും കരച്ചിലില്ല. വായിച്ചിട്ടില്ല, അറിയായിരുന്നു, കോണ്ടെക്സ്റ്റ് അറിയായിരുന്നു. കൊള്ളായിരുന്നു, മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു, സിനിമാറ്റോഗ്രാഫി. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ രണ്ടുപേരും തോളി കൈയേറ്റി രക്ഷപ്പെടുത്തുന്നത് കാണുമ്പോൾ ഭയങ്കര സക്സസ്. പൃഥ്വിരാജിൻ്റെ വേറൊരു വെറൈറ്റി അവാർഡ് കിട്ടണം. നാഷണൽ അവാർഡല്ല, ഓസ്കാറിന് നോമിനേഷന് പോകാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും വലിയ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു അല്പമൊക്കെ പുള്ളി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹക്കിമിൻ്റെ കാര്യം തന്നെ ഹക്കിം ജീവനോടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിൽ ഞാനധികം ഒന്നും പറയണില്ല. പിന്നെ സോഷ്യൽ മീഡിയ നജീബിനൊരു ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പിന്നെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഒരാളെ കിട്ടും, അവരെ ക്രൂശിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ആളെ കിട്ടും. അതിലോട്ടൊന്നും അധികം ഞാൻ കിടക്കണില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലേ? ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ, ക്യാമറ എഡിറ്റിംഗ്, എവറിത്തിങ് വാസ് ഗുഡ്. ലൈക്ക് എല്ലാം ഇംപെക്കബിൾ ആയിരുന്നു. പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ എക്സ്പെക്ടേഷൻസിനെക്കാട്ടിലും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തു. സോ അവാർഡ്സ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓസ്കർ നോമിനേഷൻ പോവും എന്ന് വിചാരിക്കുന്നു. ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാം വിചാരിച്ച പോലെയായിരുന്നു. പെർഫോമൻസ് ഒക്കെ ആരുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു? പൃഥ്വിരാജും ഹക്കീം എന്ന് പറഞ്ഞ ഗോകുൽ എന്ന് പറഞ്ഞു നന്നായിട്ടാണ് ചെയ്തത്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നല്ലതായിരുന്നു. സോങ്സ്, ക്യാമറ വർക്ക്, എഡിറ്റിംഗ് എല്ലാം നല്ലതായിരുന്നു, കുഴപ്പമില്ലാതെ. ആ ഒരു സീൻ ഉണ്ടല്ലോ പൃഥ്വിരാജ് നടന്നു പോകുന്ന മെലിഞ്ഞിട്ടുള്ള, അത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഒരു ഇമോഷണൽ മൂവിയായിരുന്നു. പിന്നെ വേറൊന്നും പറയല്ല, പൃഥ്വിരാജ് പൊളിച്ചു കളിക്കുന്നതെന്ന് പറയാം, ജീവിച്ച് കാണിച്ചു. പക്ഷേ ഇനി ഇങ്ങനൊരു അവസ്ഥ വേറെ ആൾക്കും വരാതിരിക്കട്ടെ. നല്ലൊരു മൂവിയായിരുന്നു. ഇമോഷണൽ ടച്ചിങ്, ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. അടിപൊളി സിനിമയായിരുന്നു. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. പൃഥ്വിരാജിൻ്റെ ആ ഡെഡിക്കേഷൻ, പൃഥ്വിരാജ് ഇത്രയും ഉണങ്ങിയതൊക്കെ നമുക്ക് അത് നേരിട്ട് ആ സിനിമയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പൃഥ്വിരാജിനെ അഭിനന്ദിക്കാൻ തോന്നുകയാണ്. അതേപോലെ സിനിമ എല്ലാ വശത്തിനും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല സിനിമ, അടിപൊളിയായിരുന്നു. ഈ നോവല് സ്റ്റോറിയൊക്കെ അറിയായിരുന്നു, അത് സിനിമയായിട്ട് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നല്ലുണ്ടായിന്. കരച്ചിലും ഒന്ന് കരഞ്ഞു. ഒന്നും പറയാനില്ല. ഗോകുലും പൃഥ്വിരാജ് ഒന്നും പറയാനില്ല, അത്രയ്ക്കും അടിപൊളി. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇല്ല വായിച്ചിട്ടില്ല. ഒരു റിവ്യൂ ഒന്നും കാണാണ്ട പോയത്. ഫസ്റ്റ് ആയിട്ട് ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവി കണ്ടിട്ട് എനിക്ക് മെൻ്റലി ഇറിറ്റേറ്റഡ് ആയിപ്പോയി. കാരണം ആ ഒരു അവസ്ഥ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമ്പോഴത്തേക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. എല്ലാം അടിപൊളിയാണ്. സൗണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു. ഒന്നും എനിക്ക് പറയാനില്ല. അത്രയ്ക്കും കിഡിലസ് മൂവിയായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇതുണ്ട്. ഉറപ്പായിട്ട് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തന്നെ എനിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന്, ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഫിലിം കാണാൻ വരുന്നത്. അപ്പം ബ്രദറിനെ കുറേ കൂടെ നന്നായിട്ട് അറിയാം. അപ്പം ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അടിപൊളി പടം, എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല, എടുത്തു പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല ശരിക്കും. ഇല്ല, ഇപ്പോഴാണ് അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ചത്. ഫ്രഷ് അനുഭവം വരുമായിരുന്നു. കണ്ണീരൊക്കെ നമ്മളെ ഒരു ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഒരു സീനാണ്. സൂപ്പറായി. ആ ട്രാൻസ്ഫോർമേഷൻ്റെ നമുക്ക് ആ ഡ്രസ്സില്ലാതെ ഒരു സീനിൽ കാണുമ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ശരി. പടം നൈസാണ്. പിന്നെ പുള്ളി പറഞ്ഞതുപോലെ നമ്മുടെ പുസ്തകത്തിന് ആസ്പദമാക്കി പടം എടുക്കാൻ 10-12 മണിക്കൂർ വേണ്ടി വരും. ഞാൻ 2 വട്ടം പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അല്ലാണ്ട് തന്നെ പടം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തായിരുന്നാലും കൊള്ളാം, സൂപ്പറാണ്. എന്തായിരുന്നാലും പടം കൊള്ളാം. ഒരു സിനിമയായിട്ട് കണ്ടാൽ കൊള്ളാം. ശരി, വായിച്ചിട്ടുണ്ട്, ബട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര It's nice, good to watch in the movie. Performance ഒക്കെ എങ്ങനെയുണ്ടല്ലേ? It's too good. Like പൃഥ്വിരാജ് ഒരു like set a level. അവാർഡ്സ് കിട്ടോ? പ്രതീക്ഷിക്കാവോ? അതൊക്കെ എന്നാലും കിട്ടാനുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. It's too good.
നല്ല പടമാണ് നല്ല പടം. ഫസ്റ്റ് ടൈം തന്നെയാണോ കാണുന്നത്? അതെ 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 നല്ല പടമായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല പടമാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല ഡയറക്ഷനാണ്, നല്ല അഭിനയമാണ്, എല്ലാം കൊണ്ടും നല്ല പടമാണ്. പൃഥ്വിരാജിന് അവാർഡ് കിട്ടും? മിക്കവാറും കിട്ടണം. അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാഷണൽ അവാർഡ് സഹിതം കിട്ടണം. സൂപ്പർ, ഒരു രക്ഷയില്ല. പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ബ്ലസ്സിയുടെയൊക്കെ കരിയർ ബെസ്റ്റ്, സൂപ്പർ സിനിമ. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് ടെക്നിക് സൈഡ് ഒന്നിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. എല്ലാ ഏത് നില നോക്കിയാലും ഏറ്റവും മികച്ച സിനിമയാണ്. നല്ല പടം. ഇത് വായിച്ചിട്ടുണ്ടായിരുന്നോ ബുക്സ്? ഉണ്ട്. നല്ല പടമായിരുന്നു. എങ്ങനെ നോവൽ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, പുസ്തകം വായിച്ചിട്ടില്ല, അറിയത്തില്ല. ഫസ്റ്റ് ടൈം കാണുന്നത്. എക്സ്പീരിയൻസ് നല്ല പടമായിരുന്നു. പൃഥ്വിരാജ് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാം.